രാമനാരായണ രാമ. ഇന്ന് നമുക്ക് സൃഷ്ടി എന്തുകൊണ്ട് ഉണ്ടായെന്നു സംബന്ധിച്ച് സംസാരിക്കാം. ഈ മഹാ ആകാശത്തെക്കുറിച്ച് നാം ഒരിക്കലും ചിന്തിക്കുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് ഉണ്ടെന്നു തന്നെ മനസ്സിൽ ചോദിക്കുന്നില്ല. ആകാശം ശാശ്വതമാണ്, പ്രാചീന കാലം മുതൽ നിലനിൽക്കുന്നു. ആകാശത്തെ ആരും സൃഷ്ടിക്കാനാവില്ല, അത് ഉണ്ടായിരുന്നു, ഉണ്ട്, എല്ലായ്പ്പോഴും ഉണ്ടാകും. ആകാശം തന്നെയാണ് ദൈവം, അല്ലാഹ്, ഗോഡ്. ആകാശം തന്നെയാണ് എല്ലാം, അതാണ് സർവശക്തനും. ആകാശം ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു, ഞാൻ സൃഷ്ടിയോടൊപ്പം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ തന്നെയാണ് എനിക്കനേകം രൂപങ്ങളിൽ കാണാൻ ആഗ്രഹിക്കുന്നു. ആകാശം തന്നെ കാണുകയും അനുഭവിക്കുകയും ചെയ്യാൻ ആഗ്രഹിച്ചു. അതിനാലാണ് സൃഷ്ടി സംഭവിച്ചത്. ഈ ലോകത്ത് എന്തും ആകാശത്തിന്റെ ദാനമാണ്. ആകാശം കൊണ്ടുള്ള ഊർജമാണ് പ്രകൃതിയെ സൃഷ്ടിച്ചത്. പ്രകൃതിയിൽ നിന്നാണ് നാം എല്ലാം ഉണ്ടായത്, പരസ്പരം ബന്ധപ്പെട്ടു ജീവിക്കുന്നു. ആകാശത്ത് തന്നെ എല്ലാം നക്ഷത്രങ്ങളും ചന്ദ്രനും രൂപപ്പെട്ടു. സൂര്യനേക്കാൾ വലിയ നക്ഷത്രങ്ങൾ ആകാശത്തിലുണ്ട്. സൃഷ്ടി ആദ്യകാലത്ത് ഒരു അണുവ് പോലെ ചെറിയതായിരുന്നു. എന്നാൽ കാലക്രമേണ അത് വികസിക്കുകയും വളരുകയും ചെയ്തു. ഈ ആകാശം ആദ്യാനന്ത വേദത്തിന്റെ സമ്പൂർണ്ണ പുസ്തകമാണ്. ഇതാണ് യഥാർത്ഥ പുസ്തകം, മനുഷ്യൻ നിർമ്മിച്ചതല്ല. ഇതിൽ അനേകം പേജുകളുണ്ട്. ആ പേജുകൾ അനേകം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും. ഓരോ ഗ്രഹത്തിലും പഞ്ചഭൂതങ്ങളും അടങ്ങിയിട്ടുണ്ട്. അവയെല്ലാം പഞ്ചഭൂതങ്ങളാലാണ് ഉണ്ടാകുന്നത്. അതിൽ വെള്ളവും ഊർജവും വായുവും എല്ലാം ഉണ്ട്. അവയിലൂടെ പ്രകൃതി ഉണ്ടായി. പഞ്ചഭൂതങ്ങളുടെ ഊർജത്തിൽ നിന്ന് നമ്മുടെ മനസ്സും ബുദ്ധിയും രൂപപ്പെട്ടു. ഇതാണ് നമ്മെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നത്. നമ്മൾ തെറ്റ് ചെയ്താൽ ഇത് നമ്മെ ജാഗരൂകനാക്കും. ഈ ബുദ്ധിയും ജ്ഞാനവും നമ്മെ സമ്പൂർണമായും വികസിപ്പിക്കാൻ സഹായിക്കുന്നു. ആകാശത്തിൽ അനവധി നക്ഷത്രങ്ങൾ, സൂര്യൻ, ഗ്രഹങ്ങളുണ്ട്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അവയെല്ലാം എണ്ണാനാവുമോ? ഇത് അസാധ്യമാണ്. ആകാശത്തിന്റെ ആഴം എത്രയെന്നോ ദൈർഘ്യവ്യാജി എത്രയെന്നോ ആരും അളക്കാനാവില്ല. നാം വെറും കൽപ്പന മാത്രം ചെയ്യാൻ കഴിയും. ഈ നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, വിശ്വത്തിലെ എല്ലാം ആകാശത്തിൽ രൂപപ്പെട്ടു. അവയെ ഒരു മനുഷ്യനും സൃഷ്ടിച്ചിട്ടില്ല. ആകാശം, പ്രകൃതി എന്നിവയിൽ നിന്ന് നമുക്ക് ലഭിച്ചതാണ് മഹത്തായത്. അതിനെ മിച്ചമൊന്നുമില്ല. ആകാശം ഒരിക്കലും നക്ഷത്രങ്ങളോടോ ഗ്രഹങ്ങളോടോ ഞാനാണ് എല്ലാം എന്നു പറയില്ല. എന്നാൽ മനുഷ്യൻ ഈ ആകാശത്തിന്റെയും പ്രകൃതിയുടെയും ദാനമായി സ്വയം എല്ലാം എന്നാണ് കരുതുന്നത്. മനുഷ്യന്റെ ഈ സമീപനം മാറണം. ഭൂമിയിൽ എല്ലാവരും സമത്വത്തോടെ ജീവിക്കണം. ആരും ആരോടും പക കാണിക്കരുത്, ഋണിയരുത്. ഈ സമീപനം നിങ്ങൾക്ക് മാറ്റാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ക്രമബദ്ധമായ ജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ രാമനാരായണ രാമ എന്ന നാമത്തിൽ ബന്ധപ്പെടണം. ഈ മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മഹത്തായ മാറ്റമുണ്ടാക്കും. ഇതുവരെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ മന്ത്രത്തിലൂടെ ജീവിതം മെച്ചപ്പെടുത്തി. എങ്കിൽ ഇനി എന്തിനു വൈകി? നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം രാമനാരായണ രാമ എന്ന് ജപിക്കൂ. നിങ്ങളുടെ ജീവിതം ധന്യമാക്കൂ.